വെൽക്കം ടു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. നമ്മൾ ആറാമത്തെ അധ്യായമായ സ്റ്റാഫിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇന്നത്തെ ചോദ്യം ഇതാ: സെലക്ഷൻ സ്റ്റാർട്ട്സ് വെയർ ഡാഷ് എൻഡ്സ്. ഡാഷ് അവസാനിക്കുമ്പോഴാണ് സെലക്ഷൻ ആരംഭിക്കുന്നത്. അവിടെ ചേർക്കേണ്ട പദമാണ് നിങ്ങൾ എഴുതേണ്ടത്. 1 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം എഴുതുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ ബാഹ്യമായ ഉറവിടങ്ങൾ. When the needed personnel are not available within the organization has to depend on external sources. സ്ഥാപനത്തിൻ്റെ അകത്തു നിന്നും സ്ഥാപനത്തിനുള്ളിൽ നിന്നും ജീവനക്കാരെ ലഭ്യമാകുന്നില്ല എങ്കിൽ സ്ഥാപനം ബാഹ്യമായ ഉറവിടത്തെ ആശ്രയിക്കേണ്ടി വരും. ആളുകളെ, ജീവനക്കാരാവാൻ ഇടയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ബാഹ്യമായ ഉറവിടങ്ങളെ ആശ്രയിക്കേണ്ടി വരും. There are many external sources of recruitment. ധാരാളം ബാഹ്യമായ റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങൾ ഉണ്ട്. പ്രധാനപ്പെട്ടവ മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ്, അഡ്വർടൈസ്മെന്റ്. പരസ്യമാണ് ഒരു പ്രധാനപ്പെട്ട ഉറവിടം. ശ്രദ്ധിക്കുക. അഡ്വർടൈസ്മെന്റ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ട്രേഡ് ജേർണൽസ് calling for applications for job is one of the popular external sources of recruitment. ദിനപത്രങ്ങളിലും അതേപോലെ ട്രേഡ് ജേർണലുകൾ, മാഗസിനുകൾ, ഇവിടെയൊക്കെ നൽകപ്പെടുന്ന പരസ്യങ്ങൾ റിക്രൂട്ട്മെന്റിന് പുറമേ നിന്ന്, സ്ഥാപനത്തിൻ്റെ പുറത്തു നിന്ന് ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്ന് പറയാവുന്നതാണ്. ഒരു 100 ക്ലർക്കിനെ ആവശ്യമുണ്ട് ഒരു സ്ഥാപനത്തിലേക്ക്. ദിനപത്രത്തിൽ പരസ്യം കൊടുത്താൽ മതി, ലക്ഷക്കണക്കിന് അപേക്ഷകൾ ലഭിക്കും. ഇത്തരത്തിൽ നൽകപ്പെടുന്ന ഒരു ഉറവിടമാണ് പരസ്യം അഥവാ അഡ്വർടൈസ്മെന്റ്. സെക്കൻഡ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ് ആർ ആൻ ഇമ്പോർട്ടന്റ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. Job seekers register their names with the employment exchanges and the employment exchanges supply the names of suitable persons to the business organization. ഇത് മുഖേന ജോലി ആവശ്യമുള്ള ആളുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അവരുടെ പേരും അതേപോലെ തന്നെ അവരുടെ യോഗ്യതകളും രജിസ്റ്റർ ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്യൂട്ടബിൾ പേഴ്സൺസിൻ്റെ പേരുകൾ പ്രദാനം ചെയ്യുന്നു. ആ നിലയ്ക്ക് ബാഹ്യമായ ഉറവിടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ്, ലേബർ യൂണിയൻസ്. ലേബർ യൂണിയൻസ് ആർ വൺ ഓഫ് ദി സോഴ്സസ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. The job seekers are required to register with the labor unions and the labor unions required to supply the names of persons for filling vacancies.
ഇത് മുഖേന ജോലി ആവശ്യമുള്ളവർ ലേബർ യൂണിയൻസിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. ഈ പേര് വിവരങ്ങൾ ലേബർ യൂണിയൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ലേബർ യൂണിയൻസിൻ്റെ റെക്കമെൻഡേഷൻസ് മുഖേന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ ലേബർ യൂണിയനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കുവാനും ഇതിലൂടെ സാധ്യമാകും. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഉപാധികളാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓൾസോ വൺ ഓഫ് ദി സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തുന്നതിനെയാണ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വർഷാവർഷങ്ങളിൽ 100 കണക്കിന് ആളുകളെയാണ് വലിയ വലിയ കമ്പനികളിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ഇവിടെയൊക്കെ ആളുകളെ കണ്ടെത്താനുള്ള ഉപാധികൾ ഉണ്ട്. ചിലതരം പ്രധാനപ്പെട്ട കോളേജുകളിൽ എംപ്ലോയർ എത്തുകയും എന്നിട്ട് അവിടെ നിന്ന് ആളുകളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രസന്റ് എംപ്ലോയീസ്. അഞ്ചാമത്തത്, സംടൈംസ് ദി പ്രസന്റ് എംപ്ലോയീസ് of the concern are asked by the management to recommend suitable persons for employment in the concern. ഇത് മുഖേന ഇപ്പോഴത്തെ എംപ്ലോയീസിനല്ല ജോലി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണല്ലോ. ഇവിടെ എന്താണ്, പ്രസന്റ് എംപ്ലോയീസിനോട് ആവശ്യപ്പെടുകയാണ് അവർക്ക് പരിചയമുള്ള കുറച്ച് പുറത്തുള്ള ആളുകളുടെ പേര്, അനുയോജ്യരായ ആളുകളുടെ പേര് വിവരം നൽകാൻ വേണ്ടി മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ അത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രസന്റ് എംപ്ലോയീസ് അവരുടെ നിർദ്ദേശമനുസരിച്ചിട്ട് സ്ഥാപനത്തിലേക്ക് ആളുകളെ എത്തിക്കുവാൻ വേണ്ടി കഴിയുന്നു. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് എന്ന് പറയാവുന്നതാണ്. നെക്സ്റ്റ്, casual callers. Some business organizations keep a database of unsolicited applicants in their offices. A list of such job seekers may be prepared and screened to fill the vacancies which may arise. പല സ്ഥാപനങ്ങളും സ്ഥിരമായിട്ടുള്ള ജോലിക്കല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ജോലി കൊടുക്കേണ്ടി വരുമ്പോൾ ഇത്തരം കാഷ്വൽ കോളേഴ്സിൻ്റെ പേര് ഡാറ്റാബേസ് സിസ്റ്റം അനുസരിച്ച് ശേഖരിച്ച് വെക്കുകയും ആവശ്യമുള്ളപ്പോൾ വേക്കൻസീസ് ഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ചില ഗോഡൗണിലേക്ക് സിമെൻറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാഗൺ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ധാരാളം ജോലിക്കാരെ ആവശ്യമായി വരും. ഗോഡൗണിലേക്ക് സിമെൻ്റ് എത്തിക്കണം, അതിന് വേണ്ടിയിട്ട് ഗുഡ്സ് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴെന്താണ്, ഇത്തരം കാഷ്വൽ കോളേഴ്സിനെ അറിയിക്കുകയും അവർ സ്ഥിരമായിട്ടുള്ള ജോലിക്കാരല്ല, എന്നിട്ട് അവർക്ക് വേതനം നൽകുകയും ചെയ്യുന്നു. എപ്പോഴാണോ ഇത്തരം വേക്കൻസീസ് എറൈസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ആളുകളെ പ്രയോജനപ്പെടുത്തുന്നു, ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. ഇത് പുറത്തുള്ള ആളുകളാണ് കാഷ്വൽ കോളേഴ്സ്.
Next 7, direct recruitment. In this method, a notice is placed on the notice board of the enterprise detailing the job available. ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അനുസരിച്ച് സ്ഥാപനത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ തന്നെ സ്ഥാപനം നോട്ടീസ് പതിക്കുന്നു. സ്ഥാപനത്തിൽ ഇന്നിന്ന ഒഴിവുകളുണ്ട്, ഇത്ര എണ്ണം വീതമാണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് പതിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അപ്ലിക്കേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ഥാപനം തന്നെയാണ് അതിൻ്റെ നോട്ടീസ് ബോർഡിൽ ഇവിടെ നോട്ടീസ് പതിക്കുന്നത്. ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഉള്ളൊരു നോട്ടീസ് പതിക്കുന്നു. ഇന്നിന്ന ജോലി ഒഴിവിലേക്ക് ഇന്നിന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഇത്രയും ആളുകളെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് പതിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന് ആളുകളെ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നു. ഇതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് 7 മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ബാഹ്യമായ റിക്രൂട്ട്മെൻറ്റ് ഉറവിടത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ്, വൈഡ് ചോയ്സ്. ഇത് മുഖേന ലഭ്യമാകുന്നത് വൈഡ് ചോയ്സ് ആണ്. ബിസിനസ് എന്റർപ്രൈസ് ക്യാൻ ചൂസ് പേഴ്സണൽ ഫ്രം എമംഗ് എ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ്. നമുക്കറിയാം, ദിനപത്രങ്ങളിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്ഥാപനത്തിന് ലഭിക്കുന്നതായിരിക്കും. കാരണം അവിടെ വൈഡ് ചോയ്സ് ആണ് ലഭ്യമാകുന്നത് എന്നതാണ്. ഇന്റേണൽ സോഴ്സിൽ നിന്നാണെങ്കിൽ അവിടെ ചോയ്സ് നാരോ ആണ്, ഇടുങ്ങിയ. സ്ഥാപനത്തിൽ ഇപ്പോൾ 100 ജീവനക്കാരാണ് ഉള്ളതെങ്കിൽ അവരിൽ നിന്നാണ് ഒരാളെ പ്രൊമോഷന് വേണ്ടി കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ ചോയ്സ് നാരോ ആണ്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ സ്ഥാപനത്തിന് വൈഡ് ചോയ്സ് ലഭ്യമാകുന്നു. അതൊരു നേട്ടമാണ്. സെക്കൻഡ്, എക്സ്റ്റേണൽ സോഴ്സസ് എനേബിൾ എ ബിസിനസ് കൺസേൺ ടു ഗെറ്റ് ദി ബെനിഫിറ്റ് ഓഫ് ന്യൂ ബ്ലഡ് ആൻഡ് ഫ്രഷ് വ്യൂ പോയിന്റ്സ്. ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ ന്യൂ ബ്ലഡ് ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്ഥാപനത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഫ്രഷ് വ്യൂ പോയിന്റും അതേപോലെ യുവത്വവും കടന്നു വരാൻ സാധ്യതയുണ്ടാകുന്നു. ഇത് നേട്ടമാണ്. അവരുടെ കാര്യക്ഷമത കൂടുതലായിരിക്കും. സ്ഥാപനത്തിൽ കുറച്ച് പ്രായമുള്ളവരാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് കുറച്ച് ആളുകളെ കണ്ടെത്തുമ്പോൾ ന്യൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ പുതിയ വ്യൂ പോയിന്റ്സ് ഉള്ള യുവാക്കൾ കടന്നു വരുന്നു. അവരുടെ കാര്യക്ഷമത കൂടുതൽ ആയിരിക്കും. തേർഡ്, കോമ്പറ്റീഷൻ. Existing employees will have to compete with the new employees and this will increase the productivity of the organization. ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള ജീവനക്കാർ ഇത്തരം ആളുകളുടെ കാര്യക്ഷമതയിലേക്ക് ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന ന്യൂ ബ്ലഡിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്നു, മത്സരം നടത്തുന്നു. അവരോടൊപ്പം തന്നെ പ്രവർത്തനം എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇത് എന്തിലേക്ക് നയിക്കുന്നു? ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ increases efficiency of an organization and also
increases the profitability of an organization. ഉൽപാദനക്ഷമത മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ ലാഭക്ഷമതയും ഉയരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഫോർത്ത്, external sources helps a concern to appoint personnel with wider experience. വൈഡർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുവാൻ എക്സ്റ്റേണൽ സോഴ്സസ് വഴി റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ കഴിയും. കാരണം എന്തുകൊണ്ടാണ്? 100 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പരസ്യം മുഖേന. അപ്പോഴേ ആ 100 ഒഴിവുകൾ പരസ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്ന അപേക്ഷകൾ ലക്ഷക്കണക്കിനായിരിക്കും. അപ്പോൾ അതിൽ നിന്നും ടെസ്റ്റുകൾ നടത്തി, ഇൻ്റർവ്യൂ നടത്തി, ശാസ്ത്രീയമായ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ പരിചയം, ഏറ്റവും കൂടിയ പരിചയവും ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയും ആ ജോലി ചെയ്യാനുള്ള അഭിരുചി ഏറ്റവും കൂടുതൽ ഉള്ള ആളുകളെയാണ് എക്സ്റ്റേണൽ സോഴ്സസിലൂടെ സ്ഥാപനം അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈഡർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, ജീവനക്കാരെ അപ്പോയിന്റ് ചെയ്യുവാൻ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് വഴി സാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അഡ്വാൻറ്റേജസ് മാത്രമല്ല, ചില ന്യൂനതകളും എക്സ്റ്റേണൽ സോഴ്സസിന് ഉണ്ട്. ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ ചില ന്യൂനതകളും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് or limitations of external sources of recruitment or demerits of external sources of recruitment. First, external sources are costly. ചിലവേറെ ഉള്ള ഒരു റിക്രൂട്ട്മെന്റ് ഉറവിടമാണ് ബാഹ്യമായ ഉറവിടം. എങ്ങനെയാണ് ചിലവ് കൂടുന്നത്? സ്ഥാപനത്തിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തുമ്പോൾ യാതൊരു ചിലവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെയാണെങ്കിൽ കണ്ടെത്തണമെങ്കിൽ, ഉദാഹരണമായിട്ട് പരസ്യം വഴിയാണെങ്കിൽ ദിനപത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, അതിൻ്റെ ചിലവ്. അപേക്ഷകൾ സ്വീകരിക്കുന്നു, അപേക്ഷകൾ പരിശോധിക്കുന്നു, സൂക്ഷ്മമായി പരിശോധിക്കുന്നു, അപൂർണമായത് തള്ളുന്നു, അപേക്ഷകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷകൾ നടത്തുന്നു. ആ പരീക്ഷയിൽ ജയിക്കുന്നവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലവേറെയാണ് എക്സ്റ്റേണൽ സോഴ്സസിന് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സെക്കൻഡ്, ദിസ് സോഴ്സസ് മേ ലീഡ് ടു ഗ്രേറ്റർ ലേബർ ടേൺ ഓവർ. ഉയർന്ന ലേബർ ടേൺ ഓവറിന് ഇടവരുത്തുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂനത. എന്താണ് ഈ ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തൃപ്തി ലഭിക്കുന്നില്ല എങ്കിൽ അവിടെ നിന്ന് വിടുതൽ നേടി മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന പ്രവണത. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള ജീവനക്കാർ മനസ്സിലാക്കുന്നു, ഞങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കില്ല. അഥവാ അവരെ എന്തിലേക്ക് നയിക്കുന്നു? ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു. അവർ സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് പരിമിതിയാണ്. ദിസ് സോഴ്സസ് മേ ലീഡ് ടു ഗ്രേറ്റർ ലേബർ ടേൺ ഓവർ. തേർഡ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ലോസ് ദിയർ സെൻസ് ഓഫ് സെക്യൂരിറ്റി and may become disloyal to the concern. നിലവിലുള്ള ജീവനക്കാർക്ക് ജോലി സ്ഥിരത അഥവാ സെൻസ് ഓഫ് സെക്യൂരിറ്റി നഷ്ടപ്പെടുകയും അങ്ങനെ സ്ഥാപനത്തിനോട് കൂറില്ലാത്ത ഒരു അവസ്ഥ അവരിലൂടെ സംജാതമാവുകയും ചെയ്യുന്നു. ഇതാണ് അടുത്ത പരിമിതി. എന്താണ്? എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ലോസ്
their sense of security and may become disloyal to the concern. അത് സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിന് ന്യൂനതയാണ്. ഫോർത്ത്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. സമയം കൂടുതൽ എടുക്കുന്ന ഒരു പ്രക്രിയ ആണ് ഇത്. ഇന്റേണൽ സോഴ്സസിൽ നിന്ന് ഒരാളെ കണ്ടെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ സാധിക്കൂ, സമയം കൂടുതൽ എടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പരസ്യം ചെയ്യുന്നു, അപേക്ഷകൾ സ്വീകരിക്കുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നു, ഇതിനൊക്കെ കാലതാമസമുണ്ട്. സോ എക്സ്റ്റേണൽ സോഴ്സസ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതാണ് അടുത്ത പരിമിതി. നെക്സ്റ്റ്, the existing employees may feel that their chances of promotion are reduced. നിലവിലുള്ള ജീവനക്കാർ, സ്ഥാപനത്തിനകത്തുള്ള നിലവിലുള്ള ജീവനക്കാർ അവർ ധരിക്കുന്നത് അവരുടെ സ്ഥാനക്കയറ്റ സാധ്യത കുറയുന്നു എന്നാണ്. ഇത് സ്ഥാപനത്തിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് ദോഷകരമായി ഭവിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസും എക്സ്റ്റേണൽ സോഴ്സസിന് ഉണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇന്റേണൽ സോഴ്സസ് ഈസ് ലെസ് എക്സ്പെൻസീവ് ബട്ട് എക്സ്റ്റേണൽ സോഴ്സസ് ഈസ് കോസ്റ്റ്ലി. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്റേണൽ സോഴ്സസിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അത് ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ്. സ്ഥാപനത്തിൻ്റെ അകത്തു നിന്നു തന്നെയാണ് ഒരാളെ കണ്ടെത്തുന്നത്. എന്നാൽ ബാഹ്യമായ ഉറവിടത്തിൽ നിന്ന് ആളുകളെ കണ്ടെത്തുമ്പോൾ അത് ചിലവേറെ ഉള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദിനപത്രങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോൾ, അപേക്ഷകൾ സ്വീകരിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ, റിട്ടൺ ടെസ്റ്റ് നടത്തുമ്പോൾ, അതേപോലെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇതിനൊക്കെ ധാരാളം ചിലവുകൾ സംഭവിക്കും. സെക്കൻഡ്, ഇന്റേണൽ സോഴ്സസ് ഈസ് എ ക്വിക്ക് പ്രോസസ് വൈൽ എക്സ്റ്റേണൽ സോഴ്സസ് ഈസ് എ ലെങ്തി പ്രോസസ്. എന്താണ്? ഇന്റേണൽ സോഴ്സസിലൂടെ ആളുകളെ കണ്ടെത്തുമ്പോൾ പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയ ആണ് അത്. നേരെ മറിച്ച് എക്സ്റ്റേണൽ സോഴ്സസിലൂടെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെങ്കിൽ അത് പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല, ഒരു ലെങ്തി പ്രോസസ്സാണ്. അത് സമയക്കൂടുതൽ എടുക്കുന്ന ഒന്നാണ്, ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തേർഡ്, ഇൻ ദി കേസ് ഓഫ് ഇന്റേണൽ സോഴ്സസ് the existing staff is motivated, whereas in the case of external sources the existing staff is dissatisfied. ഇന്റേണൽ സോഴ്സസിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ നിലവിലുള്ള ജീവനക്കാർ അവർക്ക് പ്രചോദനമുണ്ടായിരിക്കും. പ്രമോഷൻ കിട്ടുമെന്ന തോന്നൽ അവരെ ജോലി ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു. അവർക്ക് നല്ല മോട്ടിവേഷൻ ലഭ്യമാകും. നേരെ മറിച്ച് ബാഹ്യമായ ഉറവിടത്തിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെങ്കിൽ നിലവിലുള്ള ജീവനക്കാർക്ക്, സ്ഥാപനത്തിലുള്ള ജീവനക്കാർക്ക് അത് തൃപ്തി നൽകാത്ത ഒന്നായിരിക്കും. അതാണ് പരിമിതി. ഫോർത്ത്, ഇൻ ഇന്റേണൽ സോഴ്സസ് choice of candidate is limited, but in external sources wide choice of candidate is available. ആന്തരിക ഉറവിടത്തിൽ ചോയ്സ് ലിമിറ്റഡ് ആണ്. നമുക്കറിയാം, 100 ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ജനറൽ മാനേജറുടെ പോസ്റ്റ് വരികയാണെങ്കിൽ ആ 100 ജീവനക്കാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം.
കാര്യക്ഷമതയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അവിടെ വൈഡ് ചോയ്സ് ലഭ്യമാകുന്നില്ല. 100-ൽ ഒരാളെ തിരഞ്ഞെടുക്കണം. എന്നാൽ ഇത് ബാഹ്യമായ ഉറവിടത്തിൽ നിന്നാണെങ്കിലോ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയില്ലേ? കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സസിൽ വൈഡ് ചോയ്സ് ലഭ്യമാകും, ഇന്റേണൽ സോഴ്സസിൽ ലിമിറ്റഡ് ചോയ്സ് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ 4 വ്യത്യാസങ്ങളും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇതാ: വിച്ച് among the following is not a case of internal recruitment? താഴെ പറയുന്നവയിൽ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലാത്തത് ഏതാണ്? ഇന്റേണൽ സോഴ്സസ് അല്ലാത്തത് ഏതാണ്? എ ട്രാൻസ്ഫർ, ബി പ്രൊമോഷൻ, സി അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതുക. കമന്റ് ബോക്സിൽ 1 മിനിറ്റിന് ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. കാരണം കമന്റ് ബോക്സ് 1 മിനിറ്റിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ വീണ്ടും എഴുതി കഴിഞ്ഞാൽ നേരത്തെ ഒരു ആൻസർ ഉണ്ട്, രണ്ടും തമ്മിൽ മിക്സായി പോകും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് കമന്റ് ബോക്സിലാണ്. കഴിഞ്ഞ ദിവസം ചെയ്തത് മാതിരി തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുവപ്പിലായിരിക്കും കാണിക്കുക, അത് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.